കേരളത്തിലൊരു സിനിമാ നടനായിരുന്നു സുധീർ സുകുമാരൻ. പഴയകാല സിനിമകളിലൊക്കെ അദ്ദേഹം ഒരുപാട് വന്നിട്ടുണ്ട്. അന്ന് വില്ലൻ റോളിലൊക്കെ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അൽഫാമാണ്. ഇന്ന് നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്. അൽഫാം ആണെങ്കിലും ഷവർമയാണെങ്കിലും മന്തിയാണെങ്കിലും നമ്മൾ ഒരുപാട് കഴിക്കുന്നവരാണ്. എല്ലാവരും ഒരുപാട് ഇന്ന് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ സുധീറിന്റെ പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ അൽഫാം തന്നെ കരിഞ്ഞ അൽഫാമിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് സുധീർ പറയുന്നത്. കാരണം തനിക്ക് ക്യാൻസർ ബാധിച്ചതിന് ശേഷം കുറേയധികം അന്വേഷിച്ചു എവിടുന്നാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം എങ്ങനെയായിരിക്കും ആ ക്യാൻസർ വന്നതെന്ന്. അവസാനം എത്തിപ്പെട്ടതാണ് പുള്ളി കൂടുതലായിട്ടും ഈ അൽഫാം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതും കരിഞ്ഞ അൽഫാം അല്ലെങ്കിൽ അതാണ് അൽഫാമിന്റെ ഒരു ഡയറക്റ്റ് ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു ചിക്കൻ കഴിക്കുന്നതിന്റെ ശീലം ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടെത്തിയതാണ് അൽഫാമിന്റെ ഉപയോഗമാണ് തന്നെ വേഗം ഈ ക്യാൻസറിലേക്ക് എത്തിച്ചത്. ഈ സുധീർ സുകുമാരനാണെങ്കിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു താരം തന്നെയായിരുന്നു. എല്ലാ സ്ത്രീകളും മുന്നോട്ട് വന്ന് തങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെച്ചപ്പോൾ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു സ്ത്രീയുടെ തടങ്കലിലാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തിനെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ മാത്രമല്ല, അയാളെ ഫെയിം ആയിരുന്ന സമയത്ത് നിരവധി സ്ത്രീകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നും അത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലൂടെ തന്നെ എല്ലാവരും ആകർഷിക്കപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സുധീർ എന്ന് പറയുന്നത്. അപ്പൊ സുധീർ ഇത്തരം ഒരു കാര്യം പങ്കുവച്ചപ്പോൾ നിരവധി ഡോക്ടേഴ്സ് ആണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തന്നെ പറയാം. അപ്പൊ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓരോ പഞ്ചായത്ത് ഉൾപ്പെടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അൽഫാമിന്റെ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കാം. അപ്പൊ കൂടുതലായിട്ടുള്ള യങ്സ്റ്റേഴ്സും അല്ലാത്ത ആൾക്കാരും ഇപ്പോ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കാലത്ത് മയോണൈസിനായിരുന്നു പ്രശ്നം. മയോണൈസ് കഴിച്ച് ഒരുപാട് പേര് മരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ട്, ആദ്യത്തെ കാലത്തൊക്കെ ഷവർമ കഴിച്ച ആളുകൾ മരിക്കുന്നു എന്നായിരുന്നു നമ്മൾ കൂടുതൽ കേൾക്കുന്ന വാർത്ത. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷവർമ കാരണമല്ല ആളുകൾ മരിക്കുന്നത്. ഷവർമയ്ക്കുള്ളിൽ ഉപയോഗിക്കുന്ന മയോണൈസ് കാരണമാണ് കൂടുതൽ ആൾക്കാരും മരിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മുട്ട വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അതും പച്ചമുട്ട വെച്ചിട്ടാണ്. അപ്പം പച്ചമുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കി അതൊരു ടൈം പീരീഡ് കഴിയുമ്പോഴേക്കും അതിലേക്ക് വലിയ രീതിയിലുള്ള അണുബാധ ഉണ്ടാകുകയും ആ അണുബാധ ശരീരത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഒരാൾ മരണത്തിലേക്ക് പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഇദ്ദേഹം പറയുന്നത് അൽഫാം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടാവാൻ കാരണമായത് എന്നാണ്. അൽഫാമിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫാം നല്ല രീതിയിൽ മുരിക്കുമ്പം അതിനകത്ത് ചാർക്കോൾ ഉണ്ടാകുന്നുണ്ട്. ആ മുകളിൽ ഉണ്ടാകുന്ന ആ കറുത്ത പൊരിപൊരി എന്ന് പറയുന്നത് ചാർക്കോളാണ്. ഈ ചാർക്കോൾ അമിതമായിട്ട് ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ചാർക്കോൾ എന്ന് വെച്ചാൽ കരിയാണ്. അപ്പോൾ കരി കൂടുതലായിട്ട് ശരീരത്തിൽ ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് അൽഫാം മാത്രമല്ല എല്ലാത്തരം ഗ്രിൽഡ് ചിക്കനും ഒരളവിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കൂടുതലായിട്ടും ഈ മന്തി പോലുള്ള ഐറ്റംസ് ആണെങ്കിൽ അത് പുഴുങ്ങിയെടുക്കുന്നതാണ്. ഡയറക്റ്റ് തീയെക്കാട്ടിലും അത് ആവി കയറുന്ന ഭക്ഷണമാണ്. പക്ഷേ ഈ അൽഫാമുകളുടെയും ഗ്രിൽഡ് ചിക്കനിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരമൊന്നും ഉണ്ടാവുന്നില്ല. കറക്റ്റ് ഡയറക്റ്റ് തീയിലേക്ക് വെച്ചുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഈ ഷവർമയുടെ ആണെങ്കിലും ആ ഒരു ടൈമിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോട്ടൽസും ചെയ്തൊരു കാര്യമാണ്, ഇത് ഉണ്ടാക്കുന്നതിന്റെ സമയം പീരീഡൊക്കെ അതിന്റെ മുകളിൽ എഴുതി അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെ ആ ഒരു പീരീഡ് ഓഫ് ടൈം എപ്പോഴാണ് ഉണ്ടാക്കിയത്, എപ്പോൾ വരെ ഉപയോഗിക്കാം, ഈ ഇതൊക്കെ കൊടുത്തു തുടങ്ങി. എന്നിട്ട് പോലും പല മരണങ്ങളും നമ്മുടെ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ തവണ കാക്കനാട് തന്നെ ഒരു ഹോട്ടലിൽ ഷവർമ കഴിച്ച ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും കാരണം ഇത് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ഇംപ്രോപ്പർ ആയിട്ടാണ് തരുന്നത്. മരിക്കുന്ന മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് ഫുഡ് പോയിസൺ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മയോണൈസ് ചൂടായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അണുബാധ തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അണുബാധ ഉണ്ടാവും. ഈ ഹോട്ടലുകൾക്കൊന്നും 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ ഈ മയോണൈസ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവർ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം എന്തായാലും ഇതിനകത്ത് അണുബാധ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും ഈ വീടുകളിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അതിൽ കൂടുതൽ തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും കൂടുതലായിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ഹോസ്റ്റലിലെ ഫുഡ് പലപ്പോഴും ആവില്ലായിരിക്കാം. അല്ലെങ്കിൽ വർക്കേഴ്സ് ആണെങ്കിൽ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അൽഫാം ഷോപ്പുകളാണെങ്കിലും മന്തി ഷോപ്പുകളാണ് ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മെയിൻ സിറ്റിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരെ എത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട്
ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിമാൻഡബിൾ ആണ്. എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ കൂടുതൽ ഡിമാൻഡബിൾ ആണ്. ഇതിന്റെ ഇനി വേറെ വകഭേദങ്ങളായിരിക്കും. ഇപ്പൊ സുധീർ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് നാളെ തൊട്ട് ആരും അൽഫാം കഴിക്കാതിരിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയോ പേര് ഒരു കാലത്ത് ട്രെൻഡ് ആയിരുന്നു, ഷവർമ വെച്ച് എത്രയോ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷവർമ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ഈ മയോണൈസ് ഒക്കെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക്. കാരണം പ്രോപ്പറായിട്ട് ഒരു ചിക്കനൊക്കെ എത്രയോ നേരത്തെ അവിടെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. 24 മണിക്കൂർ മുമ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെയാണ് ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള അണുക്കളും അതിനകത്ത് അണുബാധയും ഉണ്ടാകും. അത് പിന്നെയും കൊണ്ടുവച്ച് ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് കൂടുതലും ഷവർമയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ അണുബാധ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഇങ്ങനെയുള്ള വസ്തുക്കൾ എത്രത്തോളം കൂടുതൽ നമ്മൾ കഴിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അമൃതമാണെങ്കിലും അമിതം ചെന്നാൽ വിഷം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അസുഖങ്ങളുണ്ടാകും.